ഗോവിന്ദചാമി ജയിൽ ചാടിയത് ഇപ്പോൾ ഫെലിക്സ് പറഞ്ഞതുപോലെ 8 മാസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ്. ഉപ്പ് ഉപയോഗിച്ച് കമ്പികൾ ദ്രവിപ്പിച്ചു. ഓരോ ദിവസവും കുറച്ചായി ജയിൽ അഴികൾ മുറിച്ചു മാറ്റി. അതോടൊപ്പം തന്നെ ശരീരം മെലിയാനായി മാസങ്ങളായി ഗോവിന്ദചാമി ചോറിന് പകരം ചപ്പാത്തിയാണ് കഴിച്ചിരുന്നത്. സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ലാത്തത്ര സാഹസികതയും ആസൂത്രണവും നിറഞ്ഞതായിരുന്നു ഗോവിന്ദചാമിയുടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള രക്ഷപ്പെടൽ. 1 മാസത്തെ ആസൂത്രണം ഈ ജയിൽ ചാട്ടത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് 10-ാം നമ്പർ ബ്ലോക്കിലെ അതീവ സുരക്ഷാ സെല്ലിലായിരുന്നു. ഈ സെല്ലിന് ഇരുമ്പഴികളുള്ള വാതിലാണ് ഉണ്ടായിരുന്നത്. ഇയാൾ ആദ്യം ഈ ഇരുമ്പഴികൾ മുറിക്കാനുള്ള ഒരു ആയുധം സംഘടിപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ 1 മാസമായി ഈ അഴികൾ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിൽ 2 വെർട്ടിക്കലായിട്ടുള്ള അഴികളും കുറുകെയുള്ള ക്രോസ് ബാറുമാണ് ഇയാൾ മുറിച്ചിരിക്കുന്നത്. 1 മാസം നീണ്ട അധ്വാനത്തിനൊടുവിൽ ഇന്നലെ രാത്രിയോടെ ആ 2 അഴികളും ക്രോസ് ബാറും ഇയാൾ പൂർണ്ണമായും മുറിച്ചു മാറ്റി. മെലിഞ്ഞ ശരീരപ്രകൃതമാണ് ഗോവിന്ദചാമിയുടേത്. അതുകൊണ്ട് തന്നെ ഈ മുറിച്ച ഭാഗത്തൂടെ സെല്ലിന് പുറത്തിറങ്ങാൻ അയാൾക്ക് അതിവേഗം കഴിഞ്ഞു. അതിനുശേഷം അയയിൽ ഉണക്കാനിട്ടിരുന്ന മുണ്ടുകളും ഷീറ്റുകളും കൂട്ടിക്കെട്ടിയാണ് ഇയാൾ മതിൽ ചാടാനുള്ള സൗകര്യമൊരുക്കിയത്. പുലർച്ചെ 1 മണിക്ക് ശേഷം ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തു കടന്നു എന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിലയിരുത്തുന്നത്. പക്ഷേ 4:15 വരെ ഇയാൾ ജയിൽ മതിലിന് അടുത്ത് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 135 CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇയാളുടെ ജയിൽ ചാട്ടത്തെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു വിവരം ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 3 ഉദ്യോഗസ്ഥരെയാണ് ഈ രാത്രിയിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നത്. ഇതിൽ 3 ഉദ്യോഗസ്ഥരും ഉറങ്ങിപ്പോയി എന്നാണ് നോർത്ത് സോൺ ജയിൽ DIGയുടെ വിലയിരുത്തൽ. മാത്രമല്ല CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥനും ഉറങ്ങിപ്പോയി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ജയിലിനുള്ളിൽ രാത്രിയിലും കൃത്യമായ ഇടവേളകളിൽ സെല്ലിന് അകത്ത് പ്രതിയുണ്ടോ കുറ്റവാളി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നു. അതും നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഏതായാലും 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത്.